ഹായ് ഗായ്സ്, നമുക്കൊരു വാട്ട് ഐ ഈറ്റ് ഇൻ മൈ ഫ്ലൈറ്റ് ഫ്രം ജർമ്മനി ടു ഡൽഹി ആയാലോ. ഞാൻ ഇത്ര നാളും എയർ ഇന്ത്യ ട്രാവൽ ചെയ്തതിൽ വെച്ച് ഏറ്റവും മോശം ഫ്ലൈറ്റ് ആയിരുന്നു. ആകെ പ്രതീക്ഷ ഉണ്ടായിരുന്നു നമുക്ക് ഫുഡിന് മാത്രം. ഫ്ലൈറ്റിൻ്റെ മോശകരമായ അവസ്ഥയെ പറ്റി പറയാനാണെങ്കിൽ ഞാനിരുന്ന വിൻഡോയുടെ സൈഡിൽ പേപ്പർ കുത്തിക്കയറ്റിയാണ് അവർ എയർ വന്നെ തടഞ്ഞത്. മോണിറ്റർ ആണെങ്കിൽ ഒരെണ്ണം പോലും വർക്കും ചെയ്യുന്നുണ്ടായിരുന്നില്ല. 3D മോഡിൽ ബട്ടണൊക്കെ പുറത്ത് ചാടിയിരിക്കുന്ന അവസ്ഥയിലായിരുന്നു റിമോട്ടും. അങ്ങനെ ഇരിക്കുമ്പോൾ ആകെയുള്ളൊരു പ്രതീക്ഷയായിരുന്നു ഫുഡും ബിവറേജസും. അപ്പോൾ അങ്ങനെ ഫുഡ് വന്നു. ഫുഡ് നമുക്ക് ചിക്കൻ ടിക്കയും റൈസും പിന്നെ സ്പിനാച്ച് പോലത്തെ എന്തോ ഒരു ഇലക്കറിയും വെള്ളവും സാലഡ് പിന്നെ ഡെസേർട്ട് പിന്നെ തണുത്തമാരെ വെച്ച് കല്ലും കഷ്ണം പോലെ ഇരിക്കുന്ന ഒരു ബണ്ണും ബട്ടറും. മെയിൻ കോഴ്സ് ചൂടായതുകൊണ്ടും നല്ല വിശപ്പുണ്ടായിരുന്നതും ആ തണുത്തമാരെ വെച്ച ബണ്ണും ബട്ടറും കൂടെ കഴിച്ചു. എന്താണെന്നറിയില്ല, ഭയങ്കര ടേസ്റ്റ് ആയിരുന്നു. പിന്നെ നമ്മൾ ചിക്കൻ ടിക്കയും റൈസും കഴിച്ചു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ആശാൻ വന്നത്. ഫ്ലൈറ്റിൽ കയറുമ്പോൾ നല്ല വിശപ്പുള്ള കാരണവും മീല് കാണുമ്പോൾ കുഞ്ഞിതായത് കാരണവും നമുക്ക് തോന്നും ഇത് എന്താവാനാന്ന്. പക്ഷേ ഫസ്റ്റ് മീലും കഴിച്ച് ആ ബണ്ണും കൂടെ കഴിച്ച് കഴിയുമ്പോൾ ഏകദേശം നമ്മൾ ഫുള്ളാകും. പിന്നെ നമുക്കിനി സാലഡിലോട്ട് കിടക്കാം. സാലഡ് എനിക്ക് പേഴ്സണലി എനിക്ക് അത്ര ഇഷ്ടപ്പെട്ടില്ല. ബിക്കോസ് ആ മൈസ് എനിക്ക് കുറച്ച് ഒരു പഴയതുപോലെ തോന്നി. അല്ലാതെ ഇറ്റ്സ് ഓക്കെ, പക്ഷേ കുറച്ചും കൂടെ ബെറ്റർ ആവായിരുന്നു. ആകെ സോൾട്ടും പെപ്പറും മാത്രമായിട്ട് സീസൺ ചെയ്ത ഒരു സംഭവം പോലെ എനിക്ക് തോന്നിയത്. പിന്നെ നമ്മുടെ ഡെസേർട്ട് വന്നു. ഡെസേർട്ട് മിൽക്ക് ചോക്ലേറ്റ് ഫഡ്ജ് വിത്ത് കാരമൽ സോസ് ആയിരുന്നു. കാരമൽ സോസ് ഏറ്റവും അടിയിലായിരുന്നു. അതൊരു മട്ടിക്കണ പോലത്തെ ടേസ്റ്റ് ആയിരുന്നു. പക്ഷേ ആ ചോക്ലേറ്റ് മോസിന് നല്ല റോയൽ ടേസ്റ്റ് ഉണ്ടായിരുന്നു. ആ ഫ്ലൈറ്റിൽ ഏതൊക്കെ പുണ്യാളന്മാരെ വിളിച്ചിട്ടാണ് ഡൽഹിയിലെത്തിയെന്ന് എനിക്ക് മാത്രം അറിയൂ. അതിൻ്റെ ഇടയിൽ ആകെ ആശ്വാസകരമായിട്ട് തോന്നിയത് ഈ ഫുഡ് മാത്രമാണ്. പിന്നെ നമ്മൾ വെള്ളം കൂടെ കുടിച്ച് പരിപാടി അവസാനിപ്പിച്ചു. പിന്നെ എനിക്ക് ഈ റിഫ്രഷിങ് ടവലിൻ്റെ മണം ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അത് മണത്തിരുന്ന് കുറച്ച് നേരം പിന്നെ നമ്മൾ ക്ലീനൊക്കെ ചെയ്ത് അടുത്ത ഐറ്റത്തിനായിട്ട് വെയിറ്റ് ചെയ്തു. അതാണ് നമ്മുടെ മെയിൻ താരം. ഈ ട്രാജഡി പിടിച്ച ഫ്ലൈറ്റിൽ ഏകാന്തതയുടെ വിദൂരതയിലോട്ട് നോക്കിയിരിക്കുക എന്നല്ലാണ്ട് വേറൊരു വഴിയില്ലായിരുന്നു നമുക്ക്, മോണിറ്ററും വർക്ക് ചെയ്യാത്ത കാരണം. സോ നമ്മൾ 2 ജിൻ ആൻഡ് ടോണിക്കും ഒരു ജിഞ്ചർ എയിലും പിന്നെ ഒരു നോൺ ആൽക്കഹോളിക് ഡ്രിങ്കും പറഞ്ഞ് അതും കുടിച്ച് അങ്ങോട്ട് പടിയാവാമെന്ന് വിചാരിച്ചു. നമുക്ക് പിന്നെ തൊലിക്കട്ടിക്ക് ഒരു കുറവില്ലാത്ത കാരണം 1ന് പകരം 3 ഗ്ലാസ് ചോദിച്ചു. പിന്നെ അവർ ആ പരിസരത്ത് കണ്ടിട്ടില്ല. അങ്ങനെ ജിന്നിൻ്റെ കൂടെ അയച്ച മിക്സ് പാളിപ്പോയോ എന്നൊരു ഡൗട്ട്. നിങ്ങൾ ഏതാ നോർമലി മിക്സ് ചെയ്യുക എന്ന് കമൻറ്റ് ചെയ്യട്ടോ.